ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 22ാമത്തെ ചാപ്റ്ററിലാണ് നമ്മളുള്ളത് അല്ലേ. കഴിഞ്ഞ 20ാമത്തെയും 21ാമത്തെയും ചാപ്റ്ററിൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലെങ്കിൽ പഠിച്ചു വരുന്നത്. സ്വിംഗ് ട്രേഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അതിന്റെ ഡൂസ് എന്താണ്, ഡോൺസ് എന്താണ്, എന്തെല്ലാം നമുക്ക് ചെയ്യാം, എന്തെല്ലാം ചെയ്യാതിരിക്കണം എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് എങ്ങനെ പിക്ക് ചെയ്യണം, ആ ഒരു സ്റ്റോക്കിൽ ആ ഒരു പിക്ക് ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ടാർഗറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അത് ഈ വരുന്ന ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് പഠിക്കാം. ഇത് ഡിഫൈൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഓരോരോ സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. കാരണം നമുക്ക് ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. വളരെ ഈസി ആയിട്ട് ഇത്തിരി ശ്രമിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്വിംഗ് ട്രേഡിലൂടെ നമുക്ക് നല്ലൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്കൊരു വെൽത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് പഠിക്കണം, കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈസി ആയിട്ടും പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചാനൽ, ഈ ഒരു വീഡിയോ സീരീസ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിൽ ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ട്യൂട്ടോറിയൽ എന്ന പ്ലേലിസ്റ്റിൽ പോവുക. ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ചാപ്റ്റർ 1 മുതൽക്ക് തന്നെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, ശരിക്കും പഠിക്കുക. ഇതിന്റെ ബേസിക് മുതൽ പ്രോ ലെവൽ വരേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഫ്രീ ആയിട്ട്, തികച്ചും ഫ്രീ ആയിട്ട്, പുറത്ത് 50,000, 60,000, 70,000 രൂപയൊക്കെ വാങ്ങുന്ന പെയ്ഡ് കോഴ്സ് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റണം, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മളിത് തികച്ചും ഫ്രീ ആയിട്ട് വളരെ ലളിതമായുള്ള ഭാഷയിലാണ് നമ്മൾ ഈ ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സീരീസിൽ തന്നെ നമ്മുടെ ചാപ്റ്ററുകളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ ഐഡിയും ഉണ്ട്. നിങ്ങൾക്ക് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സീരീസിന്റെ ലിങ്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇനി സ്വിംഗ് ട്രേഡിന് പറ്റിയ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനും അതിന്റെ ടാർഗറ്റ്, SL ഒക്കെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹൗ ടു സെലക്ട് എ സ്റ്റോക്ക് ഫോർ സ്വിംഗ് ട്രേഡ്. നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് എങ്ങനെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ മുമ്പ് പഠിച്ചു, സ്വിംഗ് ട്രേഡിന് മെയിൻ ആയിട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. ഫണ്ടമെന്റലി അനാലിസിസ് നമുക്ക് ചെയ്യണ്ട എന്നല്ല, പക്ഷെ എങ്കിലും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന അത്രയും ഡീപ്പായിട്ട് നമുക്ക് ഈ ഒരു ഫണ്ടമെന്റലി അനാലിസിസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറയും. എങ്കിലും നമ്മൾ ബിഗിനേഴ്സ് ആണ്, എനിക്കറിയാം. എങ്ങനെയാലും ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ബിഗിനേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഫണ്ടമെന്റലി അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം ഒന്ന് തുടക്കക്കാരായതുകൊണ്ട് തന്നെ. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനുള്ള ചെറിയൊരു ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ ഫസ്റ്റിൽ തന്നെ വെക്കുന്നത്. പക്ഷെ നമുക്കത് മുന്നോട്ട് പോകും തോറും നിങ്ങൾ ആ വഴിയിൽ നിന്ന് മാറി നിങ്ങൾ സെൽഫായിട്ട് തന്നെ ഏതൊരു സ്റ്റോക്കും എടുത്തുകൊണ്ട് ഫണ്ടമെന്റലിയും ടെക്നിക്കലി അനാലിസിസും ചെയ്യാൻ പഠിക്കണം തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് ഒരു ഫണ്ടമെന്റലി അനാലിസിസ് കുറച്ച് ഈസി ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ഫ്രം നിഫ്റ്റി 50 ഫോർ ബിഗിനേഴ്സ്. നിഫ്റ്റി 50 എന്നുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യാം. എന്താണ് നിഫ്റ്റി 50 എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 50 കമ്പനീസ് ആണ് നിഫ്റ്റി 50 വരുന്നത്. കാരണം നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 50 കമ്പനികളുടെ ആവറേജ് ആണ് നിഫ്റ്റി 50 ഇൻഡെക്സ് അല്ലെ. അപ്പൊ ഈ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലുള്ള 50 കമ്പനികൾ, അതിലൊരു കമ്പനി പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഫണ്ടമെന്റലി സ്ട്രെങ്ത് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. കാരണം നിഫ്റ്റി 50യിലുള്ള കമ്പനികൾ തീർച്ചയായിട്ടും ഫണ്ടമെന്റലി സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ നിന്നുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്തു. എന്നിട്ട് യൂസ് ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ഫോർ എൻട്രി ആൻഡ് എക്സിറ്റ്. എന്താണ് യൂസ് ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ഫോർ എൻട്രി ആൻഡ് എക്സിറ്റ്? ട്രെൻഡ് ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്ത്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെ. അതിൽ തന്നെ നമ്മൾ ട്രെൻഡ് ലൈൻ
റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ട് ആയിട്ടും വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെൻഡ് ലൈനെ കുറിച്ച് നമുക്കറിയാം. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടാവും ഈ ഒരു ചാർട്ട് പോകുന്നത് അല്ലെ, മുകളിലോട്ട് പോയി താഴോട്ട് പോകുന്ന അങ്ങനെ സ്വിങ്ങുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ മുകളിൽ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ഈ ഒരു മുകളിലെ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വരുന്നത്? ട്രെൻഡ് ലൈൻ ആസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ആണിത്. അത് എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് ആയിട്ട് എന്ന് പറയുന്നത്? ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിരിക്കുന്നത് നമ്മൾ സ്വിങ്ങിന്റെ ഹൈകളെ ബന്ധിപ്പിച്ചിട്ടാണ് അല്ലെ. രണ്ടിലധികമോ സ്വിങ്ങിന്റെ ഹൈ പോയിന്റുകൾ കൂട്ടിയിട്ടാണ് ഈ ഒരു ലൈന് വരച്ചിട്ടിരിക്കുന്നത് അല്ലെ. അതാണ് ട്രെൻഡ് ലൈൻ ആസ് റെസിസ്റ്റൻസ്. അതേപോലെ തന്നെ താഴെയും ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, കണ്ടില്ലേ? ട്രെൻഡ് ലൈൻ ആസ് സപ്പോർട്ട്. ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ്? നമ്മൾ ഒരു സ്വിങ്ങിന്റെ ലോ പോയിന്റുകൾ തമ്മിൽ കൂട്ടിയിട്ടാണ്, ലോ പോയിന്റുകൾ തമ്മിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ, താഴത്തെ ട്രെൻഡ് ലൈൻ വരച്ചിരിക്കുന്നത്. രണ്ടിലധികമോ ലോ പോയിന്റ്സിനെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ലൈനാണ് താഴത്തെ ലൈൻ. അപ്പൊ എന്നിട്ട് നിങ്ങൾ ഈ രണ്ട് ലൈനിന്റെയും ഇടയിലോട്ടാണ് ഈ പ്രൈസിന്റെ ചാർട്ട് പോയിരിക്കുന്നത്. എങ്ങനെയാണ്? ഈ രണ്ട് ലൈനിന്റെയും ഇടയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. 1-2 പ്രാവശ്യം ഇതിനൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഓക്കെ. എങ്കിലും മോസ്റ്റ് ഓഫ് ദ ടൈം ഈ രണ്ട് ലൈനിന്റെയും ഇടയിലാണ് പ്രൈസ് പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഒരു എൻട്രിയും ഒരു എക്സിറ്റും ഡിഫൈൻ ചെയ്യാം. എങ്ങനെ? നമുക്ക് ഈ താഴത്തെ ലൈൻ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു താഴത്തെ ലൈനിന്റെ അടുത്തൊരു മാർക്കറ്റ് പ്രൈസ് വരുമ്പോഴേ ഈ ഒരു ലൈനിന്റെ അടുത്ത് നിന്ന് തിരിച്ചിങ്ങാണ്ട് നേരെ മുകളിലോട്ട് പോകുന്നുണ്ട്. അത് ഇതുവരെ പോകുന്നുണ്ട്, മുകളിലെ ലൈൻ വരേക്കും പോകുന്നുണ്ട് പലപ്പോഴും അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈസ് ഈ ഒരു താഴെയുള്ള ലൈനിന്റെ അടുത്തെത്തുന്ന സമയത്ത് നമ്മൾ അതിൽ എൻട്രി എടുക്കുക. ക്യാൻഡിൽ ഇവിടെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റില്ല, കാരണം ഇത് സെയിം പോയിന്റിൽ. അപ്പൊ ഇതിന് സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു സ്വിംഗ് കണ്ടില്ല, ഈ ഒരു സ്വിംഗിനെ നേരെ വെച്ചിട്ട് ഏകദേശം ഈ ലെവലിലായിട്ടാണ് ഇതിന് സ്റ്റോപ്പ് ലോസ് വരിക. എന്നിട്ട് ടാർജറ്റോ നമുക്ക് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, മുകളിലത്തെ റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ ആസ് റെസിസ്റ്റൻസ്, ഇതിന്റെ അടുത്തോട്ട് പ്രൈസ് എത്തുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് ഒരു എൻട്രി എടുക്കാം, ഇവിടെ നിന്ന് ഒരു എക്സിറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയില്ല, ഓക്കെ. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമുക്ക് കണ്ടില്ല, പ്രൈസ് ഏകദേശം ഇതിന് തൊട്ടടുത്തിട്ടും എത്തി, ഇവിടെ ഒരു എൻട്രി എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. കാരണം എപ്പോഴും നമ്മളെ ഒരു ബൈ പോയിന്റേയും താഴെയായിട്ടായിരിക്കും SL വരുന്നത്. ഞാൻ പറഞ്ഞു SL എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോറിസോണ്ടലി നമ്മൾ കണക്കാക്കണം. ഈ ഒരു പോയിന്റിന്റെ ഹോറിസോണ്ടലി വരുന്നുണ്ട്, അതിന്റെ താഴെയുള്ള സ്വിങ്, അതായത് ഈ ഒരു സ്വിങ്ങിന്റെ ലെവലിലാണ് നമ്മൾ ഇതാണ് നമ്മൾ എൻട്രി പോയിന്റ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിന്റെ ലെവൽ ഉണ്ട്, ഇതിന്റെ താഴെയായിട്ടായിരിക്കണം നമ്മളെ സ്റ്റോപ്പ് ലോസിന്റെ പോയിന്റ് വരേണ്ടത്, ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു എൻട്രി എടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു എക്സിറ്റ് വരുന്നുണ്ട്. ഇനി അതല്ല, ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിങ്ങാണ്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത് കീപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റിവേഴ്സിൽ കാണുകയാണെങ്കിൽ അപ്പൊ നമുക്ക് എക്സിറ്റ് ചെയ്യാം. എന്തായാലും നമ്മളെ ഒരു എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും നമുക്ക് ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിങ്ങാണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ ശ്രദ്ധിക്കുക വെച്ചാൽ എല്ലാ സ്റ്റോക്കിലും ഒരു പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു റേഞ്ച് ബോണ്ട് ചാർട്ട് ചിലപ്പോൾ നമുക്ക് അവൈലബിൾ ആവില്ല. അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ എടുത്തിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ആ ഒരു രണ്ട് ട്രെൻഡ് ലൈനിന്റെ ഇടയിലാണോ പ്രൈസ് പോയിട്ടുള്ളത് എന്ന് നോക്കണം. അത് കൺഫേം ചെയ്തിട്ട് വേണം. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഒരു രണ്ട് ലൈനിന്റെ ഇടയിലാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ഒരു എൻട്രിയും എക്സിറ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചാർട്ടിലോട്ടേക്ക് തന്നെ പോവാം. അപ്പൊ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ ഇവിടെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ആദ്യത്തെ ഒരു സ്റ്റോക്കാണ് നിഫ്റ്റി 50 ഒരു സ്റ്റോക്കാണ് അദാനി എന്റർപ്രൈസസ്. നമുക്ക് നോക്കാം. ഇവിടെ ഈ അദാനി എന്റർപ്രൈസ് കണ്ടില്ലേ, അതിന്റെ ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഇനി നമ്മൾ ഇതിന്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇതാണല്ലോ ഇതിന്റെ ഏറ്റവും ഹൈ പോയിന്റ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു അപ്പർ സൈഡിലെ എന്നാലും റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ആ സ്വിംഗ് ഹൈന്റെ പോയിന്റ്സുകൾ കൂട്ടി വെപ്പിച്ച് നമ്മൾ മുകളിലത്തെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. ഇനി നമുക്ക് താഴത്തെ ഒരു ലൈനും കൂടെ വരയ്ക്കാം. എന്നിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്.
ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും താഴത്തെ തന്നെ നമുക്ക് മറ്റേ 1 പോയിന്റ് 2 പോയിന്റ് ഈ 2 പോയിന്റുകളെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമുക്കൊരു ഇവിടെ നിന്നുള്ള ഒരു ബൈ എടുക്കുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് പോകുന്നു മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് അധിക സമയത്തും മൂവ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇതൊരു ബൈ പോയിന്റ് ആയിട്ട് തന്നെ കിട്ടും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ തൊട്ട് താഴെയുള്ള കുറച്ച് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഇതൊരു ബൈ എൻട്രി ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഇവിടെയും നമുക്ക് ബൈ എൻട്രി വേണമെങ്കിൽ എൻട്രി ചെയ്യാം. എന്നിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഇതിന് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അത് കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു എൻട്രി വരുന്നുണ്ട്. അതിന് കഴിഞ്ഞ ശേഷം അതിന്റെ ഒരു താഴെ വരുന്ന ഒരു ലെവലില് ഏകദേശം ഈ ഒരു ലെവലിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇവിടുന്ന് എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് എക്സിറ്റ് പോകുന്നുണ്ട്. ഇതൊക്കെ എക്സിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. വീണ്ടും മാർക്കറ്റ് ഇവിടേക്ക് വരുന്നുണ്ട്. വീണ്ടും ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു എക്സിറ്റ് പോയിന്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഒരു ചാർട്ടിലേക്ക് നമുക്ക് അടുത്തത് ഭാരതി എയർടെൽ. അപ്പൊ ഇതിന്റെ ചാർട്ടിൽ നമുക്കൊന്ന് ലൈൻ വരച്ച് നോക്കാം അല്ലെ. ഇത് ഡേ ചാർട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ 2 ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ചെറുതായിട്ട് തന്നെ തോന്നാം. പക്ഷെ എങ്കിലും ഇപ്പൊ ഈ ഒരു 2 ലൈനിനെ ബേസ് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ഈ ഒരു 2 ലൈനിന്റെ ഇടയിൽ തന്നെയല്ലേ മാർക്കറ്റ് മൂവ് ആയിട്ടിരിക്കുന്ന, പ്രൈസ് മൂവ് ആയിട്ടിരിക്കുന്ന ചാർട്ട് അല്ലേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം എവിടെ എൻട്രി എടുക്കാം. ഈ ഒരു പോയിന്റ് നമുക്ക് എൻട്രി ആയിട്ട് എടുക്കാം. ഈ ഒരു പോയിന്റ് എൻട്രി എടുക്കുമ്പോൾ ഇതിന്റെ മുമ്പത്തെ സ്വിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതിന്റെ കുറച്ച് താഴെയായിട്ട് നമുക്ക് അതിന് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതല്ല ഈ ഒരു ലെവൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ ഇതിനെ കുറച്ച് താഴെയായിട്ട് നമുക്ക് സ്വിംഗ് വെക്കാം. അതല്ല എന്നൊരു ട്രെൻഡ് ലൈനിന്റെ കുറച്ച് താഴെയായിട്ട് ഈ ഒരു സ്വിങ്ങിന്റെ ഇതിന് താഴെയായിട്ട് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെയാണ് ഒരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിങ്ങിന്റെ താഴെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിങ്ങിന്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. അപ്പൊ ഒത്തിരി എൻട്രി പോയിന്റ്സും അതേപോലെ തന്നെ എക്സിറ്റ് പോയിന്റ്സും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. എൻട്രി പോയിന്റ് ഇവിടെ വരുന്നുണ്ട്, എൻട്രി പോയിന്റ് ഇവിടെ വരുന്നുണ്ട്, എൻട്രി പോയിന്റ് ഇവിടെ വരുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ എക്സിറ്റ് പോയിന്റ്സ്, ഇത് എക്സിറ്റ് പോയിന്റ് ആണ്, ഇത് എക്സിറ്റ് പോയിന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു സ്റ്റോക്കും കൂടെ നമുക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് ഞാൻ എടുക്കുന്നത് സിപ്ലൈ ആണ്. അപ്പൊ മുകളിലത്തെ റെസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം നമുക്ക് ആദ്യം. ഇനി താഴെയുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് ലൈനും കൂടെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന്റെയും പ്രൈസ് കണ്ടില്ലേ. പ്രൈസ് ഈ 2 ലൈനിന്റെ ഇടയിലായിട്ട് തന്നെയാണ് അധിക സമയത്ത് മൂവ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്നൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും അത് വീണ്ടും ഫെയിൽ ആയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇനി ഈ 2 ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എൻട്രി പോയിന്റോ എക്സിറ്റ് പോയിന്റോ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ ആ ഒരു 2 ലൈന് വരയ്ക്കുന്നത് കൂടി പിക്ചർ ആകെ മാറുകയാണ്. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത്. കാരണം കണ്ടില്ലേ, ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് ഇതൊരു എൻട്രി പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതൊരു അടിയിലെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ആയതുകൊണ്ട് ഇവിടെ എൻട്രി എടുക്കാം. അപ്പൊ അതിന് കുറച്ച് താഴെയായിട്ട് നമുക്ക് അതിന്റെ ഒരു സ്റ്റോപ്പ് ലോസും വെക്കാം. ഇതിൽ എൻട്രി എടുക്കാം, നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് എടുക്കാം. അതേപോലെ തന്നെ ഇതിൽ എൻട്രി എടുക്കാം, ഇവിടെ എൻട്രി എടുക്കാമായിരുന്നു, ഇതിൽ എക്സിറ്റ്. അപ്പം അങ്ങനെ ഓരോ സ്റ്റോക്കുകളും ഞാനൊരു 3 സ്റ്റോക്കുകളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാമ്പിൾ ആയിട്ട് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഫ്രീ ടൈമുകളിൽ നമ്മൾ ഈ 50 സ്റ്റോക്സിലും ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ എൻട്രി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂട്ടബിൾ ആയിട്ട് നിങ്ങൾ എൻട്രി എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച സ്റ്റോക്സ് ഏതാണ് എന്നുള്ളതും അതിന്റെ പ്രൈസ് റേഞ്ച് എന്താണ് എന്നുള്ളതും നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. എത്രത്തോളം നിങ്ങൾ സ്കിൽ ആവുന്നുണ്ട് എന്നുള്ളത് എനിക്കും കൂടെ അറിയാലോ.
അപ്പൊ ഈ ഒരു വീഡിയോയില് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മൾ ഈ വീഡിയോയിൽ എന്താ പറഞ്ഞത്, ഹൗ ടു സെലക്ട് എ സ്റ്റോക്ക് ഫോർ സ്വിംഗ് ട്രേഡ്, ഒരു സ്വിംഗ് ട്രേഡിന് എങ്ങനെ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിന്റെ ഒരു എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. അപ്പം അതിനുള്ള ഈസി ആയിട്ടുള്ള വഴിയാണ് നമ്മൾ നിഫ്റ്റി 50യിലുള്ള ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ ട്രെൻഡ് ലൈൻ, 2 ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന 2 ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ആ ഒരു 2 ട്രെൻഡ് ലൈനിന്റെ ഇടയിൽ ചാർട്ട് മൂവ് ചെയ്യുന്ന രൂപത്തിലുള്ള 2 ട്രെൻഡ് ലൈൻ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഒരു എൻട്രി പോയിന്റും ഒരു എക്സിറ്റ് പോയിന്റും നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. This is VM Rafiq signing off.